Hello friends, welcome back to Technique Malayalam. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡിവൈസ് ആണ്. അറൗണ്ട് 20,000 പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ലാവയുടെ ഏറ്റവും പുതിയ ഡിവൈസ് ആയ ലാവ ബ്ലേസ് കർവ് എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ ലാവ ബ്രാൻഡ് ഈ അടുത്തിറങ്ങിയ ഒരുപാട് നല്ല 5G ഫോൺസ് ഇറക്കിയിരുന്നു. ഈവൻ ലാവ അഗ്നി 2 അടിപൊളി ഫോണായിരുന്നു. അതേപോലെ തന്നെ ലാവന്റെ ബ്ലേസ് സീരീസിലൊക്കെ തന്നെ നല്ല 5G ഡിവൈസസും ബഡ്ജറ്റ് ഡിവൈസസും ഒക്കെ ഇറക്കിയിരുന്നു. അവർ പുതിയ ഡിവൈസാണ് ലാവ ബ്ലേസ് കർവ്. അപ്പോൾ പേര് തന്നെ ഉണ്ട് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ 5G ഡിവൈസ് ആണ്. Dimensity 7050 ചിപ്പാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നല്ല അടിപൊളി സോണി സെൻസറോടുകൂടിയ ക്യാമറ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിവൈസാണ് ഇത്തവണ ലാവ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിന്റെ അൺബോക്സിങ്ങും അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഡിവൈസിന്റെ വിശേഷങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ലാവ ബ്ലേസ് കർവ് അതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി ഡിവൈസ് അറൗണ്ട് 20,000 പ്രൈസ് സെഗ്മെന്റ്. അപ്പോൾ ഈ ഡിവൈസിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലാവ ബ്ലേസ് കർവ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് കർവിന്റെ ബോക്സ് പാക്കേജിങ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസൈൻ തന്നെ കാണാം. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയും. ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3D കർവ്ഡ് ഫുൾ HD AMOLED ഡിസ്പ്ലേ, വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 8GB ഓഫ് റാം ആണ്. പിന്നെ 8GB എക്സ്പാൻഡബിൾ റാം ആണ്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ആണ്. 128GB സ്റ്റോറേജും ആണ് വരുന്നത്. 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, സ്റ്റീരിയോ ഡ്യൂവൽ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ്, എല്ലാം തന്നെ പവർ പാക്ഡ് ആണ്. 2.6 GHz MediaTek Dimensity 7050, ക്ലീൻ ആൻഡ്രോയിഡ്, നോ ബ്ലോട്ട്വെയർസ്, 33 watt ഫാസ്റ്റ് ചാർജിങ്, പവർഫുൾ 5000 mAh ബാറ്ററി, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആൻഡ് ഫേസ് അൺലോക്ക്, സപ്പോർട്ട്സ് ഓൾ ഇന്ത്യൻ 5G ബാൻഡ്സ്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഹാർഡ്വെയർ തന്നെയാണ് ലാവ. ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്നത് ചെറിയൊരു ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് നമ്മുടെ ഫോണാണ്. ഫോണൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു 3.5mm ടു USB Type-C പോർട്ട്. അതായത് ഇതിനകത്ത് ഫോണിൽ 3.5mm ഓഡിയോ ജാക്കില്ല, അതിനൊരു ആക്സസറി കൊടുത്തിട്ടുണ്ട്, വളരെ യുണീക്കാണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 33 watt അഡാപ്റ്റർ ആണ്. അതിനൊപ്പം തന്നെ സിം ഇജക്ടർ പിന്നും, പിന്നെ നമുക്ക് ഒരു കേബിളാണ്, ചാർജിങ് കേബിളാണ് വരുന്നത്, USB Type-C ചാർജിങ് കേബിൾ. ഇൻഫാക്ട് Type-C ടു Type-C ചാർജിങ് കേബിൾ ആട്ടോ. അതൊരു വീണ്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഗ്ലാസ് ഫിനിഷ് ആണ്. ഇത് ഡ്യുവൽ ഗ്ലാസ് ഫിനിഷിംഗ് ആണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്. വളരെ പ്രീമിയം ലുക്കിംഗ് ആണെന്ന് പറയാം. അതിൽ ഒരു സംശയമില്ല. കണ്ടില്ലേ, രണ്ട് സൈഡും കേർവ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രീമിയം ലുക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറയിലോട്ട് ഞാൻ പിന്നീട് വരാം. പക്ഷേ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലാവ 5G എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ക്യാമറ യൂണിറ്റിന്റെ ചുറ്റും തന്നെ നല്ല രീതിയിലാണ് പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അവിടെ നല്ല സോളിഡ് മാറ്റ് ഫിനിഷ്. ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആണ്. ഇവിടെ മുകളിൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. താഴെ സിം ട്രെയും പിന്നെ ഒരു USB Type-C പോർട്ട് സ്പീക്കർ യൂണിറ്റും ആണ് വരുന്നത്. ഇവിടെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. പവർ ആൻഡ് വോളിയം കീസ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഒരു ഫീച്ചർ ആണെന്ന് പറയാം. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് പറയാം. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ തിക്നെസ് പറഞ്ഞാൽ വെറും 8.8mm ആണ് വരുന്നത്. വെയിറ്റ് ആണെങ്കിലും അധികമില്ല, 189 grams. അപ്പോൾ ലൈറ്റ് വെയിറ്റും ആണ്, സ്ലിമ്മും ആണ്. അപ്പോൾ ആ ഒരു രണ്ട് ഫീച്ചേഴ്സും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. രണ്ട് സൈഡും കേർവ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, കേർവ്ഡ് ബാക്ക് പാനലുണ്ട്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് അടിപൊളിയാണ്. ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിലും വളരെ മിനിമൽ ബെസൽസ് ആണ് കേട്ടോ. അതും ഒരു അടിപൊളി ഫീച്ചർ. നോക്കി, വളരെ മിനിമൽ ബെസൽസ് ആണ്. ഈ സൈഡിലും കാണാം പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡിസൈൻ ലാംഗ്വേജിൽ ലാവ അടിപൊളി ഒരു ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 90.50% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ തന്നെ നമുക്കറിയാലോ ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫുൾ HD AMOLED 3D കർവ് ഡിസ്പ്ലേ വിത്ത് HDR10 സപ്പോർട്ടും HDR10+ സപ്പോർട്ടും വൈഡ് വൈൻ L1 സപ്പോർട്ടും ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ
കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയുന്നത് 120 ഹെർട്സ് ഉണ്ട്. അതേപോലെ 16.7 മില്യൺ കളേഴ്സാണ്, 394 പിക്സൽസ് പെർ ഇഞ്ചാണ്, ഫുൾ HD റെസൊല്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് പറയാം, കാരണം ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ സ്മൂത്താണ്. കളേഴ്സ് ആണെങ്കിൽ വളരെ വൈബ്രൻ്റ്, പ്രത്യേകിച്ച് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ വൈബ്രൻ്റ്. ഇനി ഡിസ്പ്ലേ സെറ്റിംഗ്സിലൊന്നും നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കളർ ടോൺ ചേഞ്ച് ചെയ്യാനുള്ള കണ്ടില്ലേ, നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള വിവിഡും നോർമൽ മോഡും ചെയ്യാം. പിന്നെ സ്ക്രീൻ റിഫ്രഷ് ചെയ്ത് 120 ഹെർട്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്യാം. പിന്നെ ചാർജിങ് ആനിമേഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ബ്രൈറ്റ് കണ്ടോ, ഇത്രയും നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് അപ്രീസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണ്, ഡിസൈൻ നല്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ മുമ്പും തന്നെ ലാവ ഒരു പ്രത്യേക ഒരു ബ്രാൻഡാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഒരു ബ്ലോട്ട്വെയർസും ഇൻക്ലൂഡ് ചെയ്യാറില്ല, വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI ആണ്. ഇതിലും അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഒട്ടുമിക്ക ഫോൺസിലും ബ്ലോട്ട്വെയർസ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻസ് ഒരുപാടൊന്നുമില്ല, എന്നാൽ വളരെ ക്ലീൻ UI, ഒരു തേർഡ് പാർട്ടി ആപ്പ് പോലും ഇൻസ്റ്റാൾഡ് ഇല്ല. അത് നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം എല്ലാ ബ്രാൻഡ്സും ആപ്സും വഴി കാശ് ഉണ്ടാക്കുമ്പോൾ ലാവ അതിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെ. കാരണം എന്താ വെച്ചാൽ അൺവാണ്ടഡ് ആപ്സോ ഒന്നും തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ UI ഒന്ന് നോക്കാം എങ്ങനെയാണ് ലാവ ബ്ലേസ് കർവിൻ്റെ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി, ഒരു ആപ്സ് തേർഡ് പാർട്ടി ആപ്സും ഇൻസ്റ്റാൾഡ് അല്ല, ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ല. ലാവേൻ്റെ ഒരു ആപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ, 1-2 ആപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല. ബ്ലോട്ട്വെയർസോ ജങ്ക് ആപ്സോ ഒന്നുമില്ല, വെറും ഗൂഗിളിൻ്റെ സർവീസസ് മാത്രമേ ഉള്ളൂ. പിന്നെ ലാവേൻ്റെ 1-2 ആപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലീൻ UI നമ്മൾ വേറെ ഒന്നിലും കണ്ടിട്ടില്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. കണ്ടില്ല, സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഇത് ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പക്ഷേ ലാവ പറയുന്നത് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, അതായത് ആൻഡ്രോയിഡ് 14, ആൻഡ്രോയിഡ് 15 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സോടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 14, 15 കിട്ടും, പിന്നെ 3 വർഷത്തെ അപ്ഡേറ്റ്സും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയേനെ. എന്നാൽ പോലും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യില്ല, ഏതാണ്ട് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡിലേ വളരെ എന്താ പറയുക, മിനിമലിസ്റ്റിക് UI ആണ്. നമുക്ക് കാണാം, നമ്മളെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമൈസേഷൻസ് എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് കസ്റ്റമൈസേഷൻ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നുണ്ടല്ലേ. വാൾപേപ്പർ, ഡാർക്ക് തീം, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. വിഡ്ജറ്റ്സ് ആണെങ്കിൽ എല്ലാം തന്നെ ഗൂഗിളിൻ്റെ സ്റ്റൈലിലാണ്, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസിൽ നമുക്ക് വീണ്ടും തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ലാവ തന്നിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് Dimensity 7050 ഒക്ടോകോ പ്രോസസ്സറാണ്. ലൈറ്റ്നിങ് ഫാസ്റ്റ് പ്രോസസ്സർ എന്നാണ് ലാവ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ സെഗ്മെന്റിൽ നല്ലൊരു ചിപ്പാണ് Dimensity 7050. അതിനൊപ്പം തന്നെ UFS 3.1 സ്റ്റോറേജും LPDDR5 റാം, രണ്ടും കൽപ്പിച്ചാണ് ലാവ തോന്നുന്നത്. എല്ലാ അടിപൊളി ഹാർഡ്വെയറും കൊടുത്തിട്ടുണ്ട്. 128GB 256GB 2 വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിലും നല്ലൊരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം Dimensity 7050 നല്ലൊരു ചിപ്പാണ്. അതിനൊപ്പം തന്നെ നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടി LPDDR5 റാമും UFS 3.1 സ്റ്റോറേജുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങളും തന്നെ വീണ്ടും നല്ലതാണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി 5G ബാൻഡ്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിനകത്തൊരു കുഴപ്പങ്ങളുമില്ല. പിന്നെ നല്ല കോൾ ക്വാളിറ്റിയും എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്, അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്നാലും നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലോട്ട് പോകാം. ഇനി നമുക്ക് വരുന്നത് 64 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. കണ്ടില്ലേ, സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ EIS സപ്പോർട്ടും ഉണ്ട്. പിന്നെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള ക്യാമറയെ കുറിച്ച് പറയുന്നത് 2 മെഗാപിക്സൽ മാക്രോം, പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ആണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും വീണ്ടും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. കാരണം നമുക്ക് എല്ലാ ക്യാമറ സെറ്റപ്പും ഉണ്ട്. 64 മെഗാപിക്സൽ പ്രൈമറിയും അൾട്രാ വൈഡും 2 മെഗാപിക്സൽ മാക്രോം, പിന്നെ സെൽഫി ക്യാമറ. ഇനി ക്യാമറ UI എന്ന് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ക്യാമറ UI എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഉണ്ട്. പോർട്രേറ്റ് മോഡ്, ഫേസ് ബ്യൂട്ടി മോഡ്, നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതും നല്ലതാണ്. ഇനി സെൽഫി ക്യാമറയിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 1080p സപ്പോർട്ടഡ് ആണ് വരുന്നത്. അപ്പോൾ 4K റിയർ ക്യാമറയിലുണ്ട്, EIS സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതും തന്നെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ക്യാമറയുടെ
കാര്യത്തിലും കുഴപ്പമില്ലാത്ത ഒരു സോണി സെൻസറാണ്. 64 മെഗാ പിക്സൽ കൊടുത്തിരിക്കുന്നത്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ലാവ ബ്ലേസ് കേർവ് എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി പറയാം. ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ക്യാമറ സാമ്പിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്, റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. ഇതിന്റെ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, നമ്മൾ ക്യാമറ റിവ്യൂ ചെയ്യുന്നതാണ്. ഈ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമുക്ക് 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ ചാർജർ കാണിച്ചല്ലോ, 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അതും നല്ല ഒരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു പ്രോബ്ലി 1 hour മുകളിൽ എടുക്കും 5000 mAh 33 വാട്ട് ചാർജ് ചെയ്യാൻ. എന്നാൽ പോലും കുഴപ്പമില്ല, അത്യാവശ്യം ബേസിക് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടും. ഒരു 1.5 days ഒക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്നാൽ പോലും ബാറ്ററി ക്വാളിറ്റി കുഴപ്പമില്ല, അതേപോലെ ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡ് ആണ്. പിന്നെ ലാവ ബ്ലേസ് കേർവ് 5Gൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 year വാറണ്ടിനകത്ത് നമുക്ക് സർവീസ് അറ്റ് ഹോം, എന്ത് ഇഷ്യൂ വന്നാലും വീട്ടിൽ വന്ന് സർവീസ് നടത്തുന്നതാണ്. അത് ഫ്രീ ആണ്, അതിനകത്ത് വേറെ പൈസയൊന്നും നമ്മൾ കൊടുക്കേണ്ട. വീട്ടിൽ വന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഫിക്സ് ചെയ്യുന്നതാണ്. അതും ഒരു നല്ല ഒരു യുണീക്ക് ഫീച്ചറായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് കേർവ് 5Gൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. 1-2 കാര്യങ്ങൾ. ഒന്ന് ഡിസൈൻ, അടിപൊളി ഡിസൈനാണ്. അതിനൊപ്പം തന്നെ കിഡിലൻ ഡിസ്പ്ലേ, ഒരു അടിപൊളി ഡിസ്പ്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസ്, നല്ല ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ്, പെർഫോമൻസ് നല്ലതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലതാണ് Dimensity 7050. പിന്നെ ഓവറോൾ ക്വാളിറ്റിയും ലുക്ക് ആൻഡ് ഫീലും എല്ലാം തന്നെ നല്ല. അതിൻ്റെ പ്രൈസിങ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ഇതിൻ്റെ വില ആക്ച്വലി ബോക്സിലെ പ്രൈസിങ് 17,999 രൂപയാണെങ്കിലും ഇത് ആക്ച്വലി MRP 20,999 ആണ്. 8128-ഉം 8256-ന് 21,999 ആണ് ഇതിൻ്റെ ബോക്സ് അല്ലെങ്കിൽ MRP എന്ന് പറയാവുന്നത്. ഇതിന് ഓഫേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓഫേഴ്സ് എത്രയാണെന്നുള്ളത് ലോഞ്ചിൽ അനൗൺസ് ചെയ്യില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ MRP. ഡെഫിനറ്റ്ലി ഇതിലും കുറവാകും, കാരണം ഓഫേഴ്സ് ഒക്കെ വരുന്ന കാരണം ഇതിലും കുറവാകാനാണ് ചാൻസ്. അപ്പോൾ ഇതായിരുന്നു ലാവ ബ്ലേസ് കേർവ് 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.